നമസ്കാരം. ഇന്നും നിയമസഭയിൽ പ്രതിപക്ഷം സഭ അലങ്കോലപ്പെടുത്താനും ബഹിഷ്കരിക്കാനും സമയം കണ്ടെത്തി. വാക്കൗട്ട് നടത്തി. പി.ഡി. സതീശൻ പതിവ് പോലെ തന്നെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ പോയിരുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കുത്തിത്തിരിപ്പ് പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്നും ടി.പി. വധക്കേസുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമം നടത്തിയത്. എന്തിനാണ് ഈ ടി.പി. വധക്കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ വി.ഡി. സതീശൻ ഉന്നയിക്കുന്നതെന്ന് പറയാം. അതിനു മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് സഭയിൽ നടന്ന ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഈ ടി.പി. വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് ഇളവ് നൽകുന്നു, അവർ വിട്ടയക്കാൻ ശ്രമം നടത്തുന്നു എന്നാണല്ലോ വി.ഡി. സതീശൻ ഇന്ന് സഭയ്ക്കകത്ത് ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം. കഴിഞ്ഞ 2 ദിവസം മുമ്പും ഇതേ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്നും വ്യക്തമായ മറുപടി സർക്കാർ കൊടുത്തതാണ്. ഇന്ന് എം.പി. രാജേഷ് ഈ വിഷയത്തിന് മറുപടി കൊടുക്കുന്നുണ്ട്. അതായത് 20 വർഷം തടവ് തികയുന്നതിന് മുമ്പ് തന്നെ ഒരു ഇളവും പ്രഖ്യാപിക്കാൻ പാടില്ല എന്ന ഹൈക്കോടതിയുടെ ഉത്തരവുകളാണ്. അത് മറികടന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിയമവിരുദ്ധമായ ഒരു കാര്യവും ചെയ്യില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആരെങ്കിലും അത്തരത്തിലുള്ള ശ്രമം നടത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗങ്ങളായിട്ട് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ വിഷയം അവിടെ ഉന്നയിക്കുന്നു. ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമം നടത്തുന്നു. വ്യക്തമായ ഉത്തരം ലഭിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഞങ്ങൾ വാക്കൗട്ട് നടത്തുകയാണെന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ വന്നിരുന്നിട്ട് ഈ സർക്കാർ പ്രതികൾക്ക് ഇളവ് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും പോലീസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാൻ ഇരയായ ആളുടെ ബന്ധുവിനെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്ന വിരോധാഭാസം ഇവിടെ എന്ത് ഭരണമാണ്? ഓർക്കണം, ഹൈക്കോടതി ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. രണ്ടാമത്തെ ഒരു കാര്യം, മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പോലീസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങളോ ഉപയോഗിച്ച് ഇത്തരത്തിൽ അകത്ത് കിടക്കുന്ന പ്രതികൾക്ക് അവർ വിട്ടയക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഇളവ് പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ അങ്ങ് ഹൈഡ് ചെയ്തുകൊണ്ട് വി.ഡി. സതീശൻ ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ, നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മന്ത്രി ഞങ്ങൾ പറഞ്ഞു, സർക്കാരോട് ആവശ്യപ്പെട്ടു ഒരു ഉറപ്പ് തരണം ഗവൺമെന്റ്. ഒരു കാരണവശാലും ഹൈക്കോടതി വിധിയെ ലംഘിച്ച് ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കില്ല. അതിപ്പോ സർക്കാർ ഞങ്ങൾ വാക്കൗട്ട് നടത്തി ഇറങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു അഷ്വറൻസ് തന്നിട്ടുണ്ട്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വളഞ്ഞ വഴികളിലൂടെ ആ പ്രതികളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ല, പരോളിൽ ഇറങ്ങി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ആളുകളാണ്. അവർക്ക് അനുകൂലമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സർക്കാർ നിർത്തിവെച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. എന്തിനാകാം സതീശൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഇലക്ഷനിലും ഒക്കെ UDFന് വലിയ നേട്ടം കൊയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള തന്ത്രമാണ് വി.ഡി. സതീശൻ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഇവർ സീറ്റ് പിടിച്ചത്. അതായത് ഈ സർക്കാരിനെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ കൊണ്ടുപോയി അങ്ങ് പെടുത്തി. എങ്ങനെ പെടുത്തി? കേന്ദ്രം കേരളത്തിന് കൊടുക്കാനുള്ള ഫണ്ടുകൾ കൊടുക്കാതിരിക്കാൻ UDF പഠിച്ച പണി 18 നോക്കി അത് വിജയിക്കുകയും ചെയ്തു. ലോക്സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രമേയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുമ്പോൾ LDFന്റെ MP-മാർ മാത്രം ശബ്ദമുയർത്തും. ബാക്കി 18 MP-മാരും കമ എന്നൊരു അക്ഷരം ഇണ്ടാതെ വായിൽ പഴം തിരികെ വെച്ചതുപോലെ ഇരിപ്പായിരുന്നു. അതുകൊണ്ട് അവസാനം നമുക്ക് ഫണ്ടിന് വേണ്ടി സുപ്രീം കോടതിയിൽ വരെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായ കഥയൊക്കെ നമുക്കറിയാം. അന്ന് 73,000 കോടി ആയിരുന്നു നമുക്ക് കിട്ടാനുണ്ടായിരുന്നതെങ്കിൽ ഇന്നത് 1 ലക്ഷത്തിന് മുകളിലായി മാറിയിരിക്കുകയാണ്. അപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും. അതുമൂലം പലതും മുടങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വന്നപ്പോൾ പ്രതിപക്ഷം ധൂർത്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചിത്രീകരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇത്തവണ വോട്ടൊക്കെ മേടിച്ച് പോക്കലിട്ടു. ക്ഷേമ പെൻഷനൊക്കെ കൊടുക്കാത്തത് മുഖ്യമന്ത്രിയുടെ ധൂർത്താണെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇതിനിടയിൽ സുപ്രീം കോടതി 13,000 കോടി രൂപ അനുവദിച്ചപ്പോൾ ആദ്യം തന്നെ അതിൽ നിന്ന് പൈസ എടുത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കാനാണ് ഈ സർക്കാർ ശ്രമം നടത്തിയത്. ഇപ്പോൾ ടി.പി. കേസാണ് പുതിയ ആയുധം എന്ന് പറയുന്നത്. അതായത് കെ രമയെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ കൊണ്ടുപോയി ഇരുത്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോന്നിങ്ങനെ പറയിപ്പിക്കുകയാണ്. വൈകാരികമായി ജനങ്ങളെ ട്രാപ്പിലാക്കാനുള്ള ഒരു പുതിയ തന്ത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം അതൊക്കെ നിർത്തിവെച്ചു എന്ന് വിചാരിക്കുന്നിടത്താണ് നിർത്തിയിട്ടില്ല, സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിപ്പോ 3 ഉദ്യോഗസ്ഥരെ, ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ സർക്കാർ ഇപ്പൊ ശ്രമിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ ഈ പ്രതികളുടെ ലിസ്റ്റ് വരുമോ? ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ നടക്കില്ല. 3/6 കൃത്യമായ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം
അവിടുത്തെ ജയിൽ ഉപദേശക സമിതി ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രതികളുടെ ലിസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ വിവാദമായപ്പോൾ ഇതിനകത്ത് വലിയ പ്രതിഷേധമുയർന്നപ്പോൾ അവരുടെ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലെത്തിയത്. അതും ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സബ്മിഷന് കൊടുത്തതിന് ശേഷം അതിന് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണ് കൊടുത്തത്. മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ വന്നില്ല. മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് വന്നിട്ടില്ല. എന്നിട്ട് അതിനുശേഷമാണ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുത്തത്. 21-ാം തീയതിയാണ് ആദ്യത്തെ മൊഴിയെടുക്കുന്നത്. 22-ാം തീയതിയാണ് ഇത് മാധ്യമങ്ങൾ വാർത്താ ചാനലുകൾ പുറത്തുവിടുന്നത്. 22-ാം തീയതി ഉച്ചയ്ക്കാണ് ബഹുമാനപ്പെട്ട ജയിൽ മേധാവി പത്രക്കുറിപ്പ് ഇറക്കുന്നത്. പക്ഷെ 22-ന് വൈകുന്നേരമാണ് എന്റെ അടുത്ത് വന്നിട്ട് നേരിട്ട് വന്ന് മൊഴിയെടുക്കുന്നത്. പിന്നീട് ഇതൊക്കെ നിർത്തിയതിനു ശേഷം 26-ാം തീയതി വീണ്ടും മൊഴിയെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സർക്കാർ ഇതുമായിട്ട് മുന്നോട്ട് പോകാനായിരുന്നു തീരുമാനം. ഇത് വീണ്ടും പ്രതിഷേധവും പ്രശ്നങ്ങളുമായപ്പോൾ ആണ് മുഖം രക്ഷിക്കാൻ ഈ ഒരു നടപടി എടുത്തത്. ഏതായാലും സഭയ്ക്ക് ഇപ്പോൾ ഉറപ്പ് തന്നിട്ടുണ്ട് ഇത് നടക്കില്ല എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടലിന്റെ കൂടി ഭാഗമായിട്ട്. പക്ഷേ സർക്കാർ ഹൈക്കോടതിയുടെ വിധി ഉള്ളത് ഇത് ശിക്ഷാ ഇളവ് കൊടുക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഇങ്ങനെയൊരു നീക്കം സർക്കാർ നടത്തുന്നത് ഈ പ്രതികൾക്ക് വേണ്ടിയാണ് എന്നുള്ള ഞങ്ങളുടെ വാദം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതാണ് വീണ്ടും വീണ്ടും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനൊരു നിലപാടുണ്ട്. ഒരു പ്രതിയെയും വെറുതെ വിടില്ല എന്ന് തന്നെയാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രതികളുമായി ഒരു കൂട്ടുകച്ചവടവും ഈ സർക്കാരിനുമില്ല, ഈ പാർട്ടിക്കുമില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. വരുത്തി തീർക്കാൻ ചില ആളുകൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അത്തരത്തിൽ ഏതെങ്കിലും കൊട്ടേഷനൊക്കെ നടത്തുന്ന ആളുകളൊക്കെ പാർട്ടിയിൽ വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യം എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണിതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരന്റെ വിഷയമെടുത്ത് ഇങ്ങനെ പയറ്റാനുള്ള കാരണം ഈ സർക്കാർ ഇങ്ങനെയൊക്കെയാണ്, ഇത് ഒരു മനുഷ്യപ്പറ്റില്ലാത്ത സർക്കാരാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇതൊക്കെ ഒരു ഉപജാപക സംഘം, അതായത് ഇപ്പോൾ സതീശനെയും UDF നിയന്ത്രിക്കുന്ന PR വർക്ക് സംഘം പറഞ്ഞു കൊടുക്കുന്ന തന്ത്രങ്ങളാണ്. അത് വെച്ച് ED സതീശനൊക്കെ മാധ്യമങ്ങൾ മുമ്പിലൂടെ നിരന്തരം ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങൾ വിളിച്ചു കൂവുകയാണ്. മാധ്യമങ്ങൾ മുഴുവൻ പ്രതിപക്ഷത്തിനൊപ്പമാണ് എന്ന് നമുക്കറിയാം. ഭരണപക്ഷം പറയുന്ന ഒരക്ഷരം പോലും ഒരു മാധ്യമവും ടെലികാസ്റ്റ് ചെയ്യുന്ന സാഹചര്യമില്ല. ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങിയിരിക്കുകയാണ്. എത്ര പേര് അറിഞ്ഞിട്ടുണ്ട്? ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങിയ വാർത്ത ഹൈഡാണ്. നെഗറ്റീവ് വാർത്തകൾ മാത്രം പുറത്തുവിടുക എന്നതാണ് ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് സതീശനൊക്കെ മാക്സിമം അത് ഉപയോഗപ്പെടുത്തി ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ അന്തിച്ചർച്ച നടത്താനും ഇവിടെ ഒരു വിഭാഗം മാധ്യമങ്ങളുണ്ട് എന്നുള്ളത് കാര്യമൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരന്തരമായി സഭ അലങ്കോലപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോഴും സതീശനെയൊക്കെ ജയിപ്പിച്ചു വിട്ടിരിക്കുന്ന ജനങ്ങളുടെ അവസ്ഥ പറയാതെ വയ്യ. നാട്ടിൽ നിന്ന് നാട്ടിലെ പല ആവശ്യങ്ങൾ നടപ്പിലാക്കിയെടുക്കുന്നതിന് വേണ്ടി, നാട്ടിലെ വികസനത്തിന് വേണ്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഒരു ജനപ്രതിനിധിയെ ജയിപ്പിച്ച് അങ്ങ് അയക്കുമ്പോൾ ആ ജനപ്രതിനിധി സഭ അലങ്കോലപ്പെടുത്തി ഇങ്ങനെ മാധ്യമങ്ങൾ മുമ്പിലിരുന്ന് കുത്തിത്തിരിപ്പ് പറഞ്ഞ് ഇരുന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെയാണ് പറവൂരിൽ നിന്ന് സതീശനെ ജയിപ്പിച്ച് അങ്ങോട്ട് വിട്ടതെന്ന് തോന്നുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പ്രതിപക്ഷ നേതാവിനെ കേരളം ഒരു കാലത്തും കണ്ടു കാണില്ല. സ്പീക്കറോട് പോലും മല്ലിടുന്ന, അടികൂടുന്ന, ബഹളമുണ്ടാക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് സമ്മതിച്ചു തരണം. ഇന്നലെ തന്നെ നമ്മൾ കണ്ടല്ലോ. അതായത് ഇവരുടെ തന്നെ നേതാവാണല്ലോ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. ആ രാഹുൽ ഗാന്ധി ഇന്നലെ ഓം ബിർളയ്ക്ക് മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം നമ്മൾ തന്നെ ഇന്നലെ കാണിച്ചിരുന്നു. എത്ര മനോഹരമായി, എത്ര പ്രതിപക്ഷ നേതാവായിരുന്നിട്ടും എത്ര ബഹുമാനത്തോടു കൂടിയാണ് സ്പീക്കറിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ഇവിടെ സതീശനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ. സതീശൻ സ്പീക്കറുടെ അടുത്ത് സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ചന്തപ്പോര് നടത്തുന്ന ഏതോ ചട്ടമ്പിയാണെന്ന് തോന്നിപ്പോവും. അമ്മാതിരി ചട്ടമ്പി വർത്താനമൊക്കെയല്ലേ ചില നേരത്തൊക്കെ ഇന്ന് പറയുന്നത്. അധികാരമില്ലെങ്കിൽ ഇങ്ങനെയാണ് UDF നേതാക്കൾ എങ്ങനെയെങ്കിലും അധികാരം പിടിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇറക്കിയ ആരോപണങ്ങളൊക്കെ പൊളിഞ്ഞു. ഇനി ഇത്തരത്തിലുള്ള വൈകാരികമായ ചില വിഷയങ്ങൾ മുന്നോട്ട് വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച്, ജനങ്ങളെ പറ്റിച്ച് വോട്ട് മേടിച്ചെടുത്തു. ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു വേണം രംഗത്തേക്ക് ഇറങ്ങാൻ. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ നുണകളൊക്കെ ഇവിടെ പറഞ്ഞിട്ട് ഏക്കില്ലല്ലോ. കാരണം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ ഇലക്ഷൻ്റെയൊക്കെ സ്ട്രക്ചർ വേറെയാണ്. അപ്പോൾ അതിന് പറ്റിയ ഐറ്റം ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ രംഗത്തേക്ക് വരികയാണ്. പിണറായി വിജയൻ സർക്കാർ ഇനിയും അധികാരത്തിൽ വന്നാൽ ഇവിടെ ഇനി കോൺഗ്രസ് ഉണ്ടാകില്ല എന്ന് നന്നായി തന്നെ VD സതീശനും സംഘത്തിനും അറിയാം. അതുകൊണ്ട് VD സതീശനും സംഘവും BJPയും ഒക്കെ ഒത്തുചേർന്ന് കളിക്കുകയാണ്.